ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് അവഗണിക്കപ്പെട്ട പെൺകുട്ടി, ദ ഇഗ്നോർഡ് ഗേൾ. അപ്പോൾ നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കാം. മിക്സഡ് പല പല ടെൻസസ് ആയിരിക്കും, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം നമുക്ക് എന്താണെന്ന്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താ? റിയ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഇതിപ്പം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ പഠിക്കുക എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി. ഇതെങ്ങനെ എഴുതാം നമുക്ക്? റിയ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ റിയ സ്റ്റഡി എന്ന് വരില്ല, ഇവിടെ സ്റ്റഡീസ് എന്ന് വരും. ഇവിടെ റിയ സ്റ്റഡീസ്, ഞാൻ പറയാം എങ്ങനെ വന്നു എന്ന് പറയാം. അപ്പോൾ റിയ സ്റ്റഡീസ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ഇൻ ക്ലാസ് 5. അപ്പം റിയ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. റിയ സ്റ്റഡീസ് ഇൻ ക്ലാസ് 5. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പം ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആകുമ്പോൾ നോക്ക്, വെർബിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? വെർബ് പ്ലസ് യെസ്. അപ്പോൾ ഇവിടെ ഏതാ വെർബ് എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഒരു വെർബാണ്. അപ്പോൾ ഈ വെർബിൻ്റെ കൂടെ എസ് വന്നു, സ്റ്റഡീസായി. അപ്പോൾ വെർബിൻ്റെ കൂടെ എസ് വന്നപ്പോൾ സ്റ്റഡീസായി. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, സ്റ്റഡി കൺവേർട്ടായി സ്റ്റഡീസിനായി. വെർബിൻ്റെ കൂടെ എസ് വന്നു. അപ്പം റിയ സ്റ്റഡീസ് ഇൻ ക്ലാസ് 5. റിയ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ ഓർത്തിരിക്കുക, വെർബ് പ്ലസ് എസ് ഇവിടെ വന്നു. സ്റ്റഡി അപ്പോൾ സ്റ്റഡീസായി കൺവേർട്ടായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്, റിയ സ്റ്റഡീസ് ഇൻ ക്ലാസ് 5. അപ്പോൾ നമുക്ക് സെക്കൻഡ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് എന്താ? പരീക്ഷകളിൽ അവൾക്ക് വളരെ കുറവ് മാർക്കുകൾ ആണ് ലഭിക്കുന്നത്. പരീക്ഷ എന്ന് വെച്ചാൽ എക്സാം. അവൾക്ക് ഹെർ, വളരെ വെരി, കുറവ് ലോ, മാർക്കുകൾ ആണ് ലഭിക്കുന്നത്. ലഭിക്കുക എന്ന് വെച്ചാൽ എന്താ? ഗെറ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. ഷീ ഗെറ്റ്സ്, കിട്ടുക, ലഭിക്കുക. ഷീ ഗെറ്റ്സ് വെരി, വളരെ, വെരി ലോ എന്ന് വെച്ചാൽ എന്താ? കുറവ്. ലോ മാർക്സ് ഇൻ എക്സാംസ്. അപ്പം എന്താ? ഷീ ഗെറ്റ്സ് വെരി ലോ മാർക്സ് ഇൻ എക്സാംസ്. അപ്പം നമ്മൾ എങ്ങനെ ഇത് എഴുതിയത് നമുക്ക് നോക്കാം. പരീക്ഷകളിൽ അവൾക്ക് വളരെ കുറവ് മാർക്കുകളാണ് ലഭിക്കുന്നത്. അപ്പം ഇവിടെ എങ്ങനെയാണ് ഗെറ്റ്സ് വന്നത്? ഇവിടെ ലഭിക്കുക എന്ന് വെച്ചാൽ എന്താ? ഗെറ്റ് എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഗെറ്റ്സ് എന്നാണ് എഴുതിയത്. അപ്പോൾ എങ്ങനെ ഗെറ്റ്സ് വന്നു? അപ്പോൾ നമുക്കത് പഠിക്കാം. ഇവിടെ വെർബിൻ്റെ കൂടെ നമ്മൾ തൊട്ട് മുമ്പത്തെ സെൻറ്റൻസിൽ പഠിച്ചായിരുന്നു, വെർബിൻ്റെ കൂടെ എസ് നമ്മൾ യൂസ് ചെയ്യും ഇവിടെ. കാര്യം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. വെർബിൻ്റെ കൂടെ എസ് യൂസ് ചെയ്യും. വെർബിൻ്റെ കൂടെ എസ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ വെർബ് ഏതാ? ഇവിടെ ഗെറ്റാണ് വെർബ്. അപ്പോൾ ഗെറ്റിൻ്റെ കൂടെ നമ്മൾ എസ് യൂസ് ചെയ്തു. അപ്പോൾ അവിടെ ഗെറ്റ്സായി. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം നമുക്ക് മനസ്സിലാവാൻ പെട്ടെന്ന്. ഗെറ്റിൻ്റെ കൂടെ നമ്മൾ വെർബ് യൂസ് ചെയ്തപ്പം ഗെറ്റ് കൺവേർട്ട് ചെയ്ത് ഗെറ്റ്സായി. അപ്പോൾ എങ്ങനെയാണ്? ഷീ ഗെറ്റ്സ് വെരി ലോ മാർക്സ് ഇൻ എക്സാംസ്. പരീക്ഷകളിൽ അവൾക്ക് വളരെ കുറവ് മാർക്കുകളാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കിത് മനസ്സിലായല്ലോ. വെർബിൻ്റെ കൂടെയാണ് ഇവിടെ എസ് വന്നു. അപ്പോൾ ഇത് ഗെറ്റ്സായി. ഗെറ്റ് കൺവേർട്ട് ചെയ്ത് ഗെറ്റ്സായി. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നമുക്ക് തേർഡ് പോയിന്റ് പഠിക്കാം. പല വിദ്യാർത്ഥികളും അവളെ നോക്കി ചിരിക്കുകയാണ്. അപ്പം ഇതിപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണിത്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പല എന്ന് വെച്ചാൽ മെനി. വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ്. അവളെ എന്ന് പറഞ്ഞാൽ എന്താ? ഹെർ. ചിരിക്കുക എന്ന് വെച്ചാൽ ലാഫ്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസിൽ. മെനി സ്റ്റുഡൻസ് ആർ laughing at her. Many students are laughing at her. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റിയത്? അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമ്മളിവിടെ സബ്ജക്റ്റിൻ്റെ കൂടെ ആം, ഈസ്, ആർ പ്ലസ് വെർബ് പ്ലസ് ING യൂസ് ചെയ്താണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? സ്റ്റുഡൻസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ സ്റ്റുഡൻസ് ഇതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ്, കുട്ടികൾ, കുറേ കുട്ടികളുണ്ട് സ്റ്റുഡൻസ്. അപ്പം ഇതൊരു പ്ലൂറൽ വേർഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം നമ്മൾക്ക് സ്റ്റുഡൻസ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ആർ യൂസ് ചെയ്തു. ആർ
കാര്യം കുറേ കുട്ടികളുണ്ടായതുകൊണ്ട് പ്ലൂറൽ വേർഡ്, പ്ലൂറലാണ്. സ്റ്റുഡൻസ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ആർ യൂസ് ചെയ്തു, സ്റ്റുഡൻസ് ആർ. അപ്പം നമുക്കിത് കാണാം, സബ്ജക്റ്റിൻ്റെ കൂടെ ആം, ഈസ്, ആറാണ് ഏതെങ്കിലും ഒന്നാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ടായിട്ട് നമ്മളിവിടെ ആർ യൂസ് ചെയ്തു. അപ്പം നമുക്കിവിടെ ഇത് ഈസും ആമും യൂസ് ചെയ്യാൻ പറ്റില്ല, ആറാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം മെനി സ്റ്റുഡൻസ് ആർ. പിന്നെ നമുക്ക് കാണാം പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം. അപ്പം നമ്മളിവിടെ വെർബിൻ്റെ കൂടെ ഐ എൻ ജി ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ വെർബ് ഏതാ? ലാഫ്. ലാഫാണ് വെർബ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി ആഡ് ചെയ്തപ്പം ലാഫിംഗ് എന്നായി. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഇതുപോലെ എഴുതി, മെനി സ്റ്റുഡൻസ് ആർ ലാഫിങ് അറ്റ് ഹെർ. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ ആം, ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഇത് ജസ്റ്റ് നമ്മൾ ഓർത്ത് വെച്ചിരുന്ന ഇത് എഴുതാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഹീ ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഈസ് എഴുതാമായിരുന്നു. ഇപ്പം ഷീ ആയിരുന്നെങ്കിൽ ഈസ് എഴുതാമായിരുന്നു. അപ്പോൾ ദേ ആണെങ്കിൽ നമുക്ക് ആർ എഴുതാം ഇവിടെ. അതുപോലെ സ്റ്റുഡൻസ് ആർ വന്നു. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ നോക്കണം എന്താ സബ്ജക്റ്റ് എന്താ കിടക്കണേ, അതനുസരിച്ചിട്ട് നമുക്കിത് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ എഴുതിയ? മെനി സ്റ്റുഡൻസ് ആർ ലാഫിങ് അറ്റ് ഹെർ. പല വിദ്യാർത്ഥികളും അവളെ നോക്കി ചിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നമുക്ക് ഫോർത്ത് പോയിന്റ് പഠിക്കാം. അവൾ വളരെ അവൾ വളരെ ദുഃഖിതയാണ്. അപ്പോൾ ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. വളരെ, വെരി. ദുഃഖിത, സാഡ്. അപ്പോൾ അവൾ വളരെ ദുഃഖിതയാണ്. ഷീ ഈസ് വെരി സാഡ്. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതിയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ ആം, ഈസ് ഓർ ആർ പ്ലസ് അഡ്ജക്റ്റീവ് ഈ ഫോം യൂസ് ചെയ്തിട്ട് നമുക്കിത് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഷീ. അപ്പോൾ ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഷീയുടെ കൂടെ നമ്മൾ എന്താ ഇവിടെ യൂസ് ചെയ്തത്? ഈസ്. ഇപ്പോൾ ഷീ ഒരു സിംഗുലർ വേർഡ് ആയതുകൊണ്ട് നമ്മൾ ഷീയുടെ കൂടെ ഈസ് യൂസ് ചെയ്തു. അപ്പോൾ ഷീ പ്ലസ് ആം, ഈസ് ഓർ ആർ. അപ്പം നമുക്കിവിടെ ആം എഴുതാൻ പറ്റില്ല, ആറും എഴുതാൻ പറ്റില്ല. കാര്യം ആമും ആറും നമുക്കിവിടെ എഴുതാൻ പറ്റില്ല. ഇപ്പോൾ ഷീ ആണ് വന്നിരിക്കുന്നത്. ഷീ ഒരു സിംഗുലർ വേർഡാണ്. അപ്പോൾ ഷീ ഈസ് വെരി സാഡ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ നിങ്ങൾക്ക് കാണാം അഡ്ജക്റ്റീവ് എന്ന് എഴുതിക്കണം, പ്ലസ് അഡ്ജക്റ്റീവ്. ഷീ ഈസ് വെരി സാഡ്. ഈ വെരി സാഡ് എന്ന് പറയുന്നത് ഒരു ഫീലിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യണതാണ്. അതാണ് അഡ്ജക്റ്റീവ്. അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ അവൾ വളരെ ദുഃഖിതയാണ്. ഷീ ഈസ് വെരി സാഡ്. എങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് ഈ ഫോം യൂസ് ചെയ്താൽ മതി. സബ്ജക്റ്റ് പ്ലസ് ആമോ, ആം, ഈസ്, ആർ പ്ലസ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിട്ട് നമുക്കിത് എഴുതാം. ഇവിടെ ഈസ് വന്നത് പ്രത്യേകിച്ച് കാര്യം ആമോ ആർ എഴുതാൻ പറ്റില്ല. ഷീ അല്ലെങ്കിൽ ഹീ ഒക്കെ വരുമ്പോഴേ ഇവിടെ ഈസ് എഴുതാൻ പറ്റുള്ളൂ. ഷീ, ഹീ ഒക്കെ സിംഗുലർ വേർഡാണ്. പ്ലൂറൽ വരുമ്പോൾ ഇപ്പോൾ ആർ, ഇപ്പോൾ കുറേ പേര് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ ആർ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് ഈസാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കും. അപ്പോൾ അവൾ വളരെ ദുഃഖിതയാണ്. ഷീ ഈസ് വെരി സാഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഫിഫ്ത്ത് പോയിന്റ് എന്താ? റിയ ക്ലാസ്സിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് സെൻറ്റൻസ് ആണ്? ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഇപ്പം നടക്കുന്ന കാര്യമാണ്. റിയ ഇപ്പോൾ ക്ലാസ്സിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പം ഇത് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. റിയ ക്ലാസ്സിൽ ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ എന്താ? എലോൺ. ഇരിക്കുക, സിറ്റ്. അപ്പം എങ്ങനെ എഴുതാം നമുക്ക്? റിയ ഈസ് സിറ്റിംഗ്. സിറ്റ് എന്ന് വെച്ചാൽ ഇരിക്കുക. റിയ ഈസ് സിറ്റിംഗ് എലോൺ. ഒറ്റയ്ക്ക്. എവിടെ ഇരിക്കണേ? ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. നമ്മൾ എങ്ങനെ ഇത് എഴുതിയെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? റിയയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ റിയയുടെ കൂടെ നമ്മൾ എന്താ ഈ ഫോം നമ്മൾ ഓൾറെഡി പഠിച്ച ഫോം അല്ലേ? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ പിന്നെ എന്താ? ആർ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം ഇവിടെ എഴുതിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന്. പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ റിയയാണ് ഇവിടെ സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്തത്? ഇവിടെ സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ ഏതെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? സിംഗുലർ വേർഡാണ്, സിംഗുലർ. അപ്പം നമുക്കിവിടെ ഈസ് യൂസ് ചെയ്തു. റിയ ഈസ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം. അപ്പോൾ ഇവിടെ വെർബ് ഏതാ? സിറ്റിംഗ് ആണ് വെർബ്. സിറ്റാണ് വെർബ്. അപ്പോൾ സിറ്റിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി ആഡ് ചെയ്തു. അപ്പോൾ സിറ്റിംഗ് ആയി. റിയ ഈസ് സിറ്റിംഗ് എലോൺ ഇൻ ദ ക്ലാസ് റൂം.
അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക. സബ്ജക്റ്റിൻ്റെ കൂടെ എന്താ ഈസ് ആം ആർ ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് റിയയാണ് സബ്ജക്റ്റ്. അപ്പോൾ റിയയുടെ കൂടെ നമ്മൾ ഈസാണ് ആഡ് ചെയ്തത്. അപ്പോൾ റിയ ക്ലാസ്സിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. നമ്മൾ പഠിച്ചു റിയ ഈസ് സിറ്റിംഗ് അലോൺ ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ട് നമുക്കിത് എഴുതാം. അപ്പോൾ ഓർത്ത് വെച്ചേക്ക് ഇത് റിയയാണ് സബ്ജക്റ്റ്. നമ്മൾ റിയയുടെ കൂടെ നമ്മൾ ഈസ് ആഡ് ചെയ്തു പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ സിറ്റിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തു. അപ്പം റിയ ഈസ് സിറ്റിംഗ് അലോൺ ഇൻ ദ ക്ലാസ് റൂം. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇന്നലെ അവൾ വീട്ടിൽ കരഞ്ഞു. അപ്പോൾ കരഞ്ഞു എന്ന് പറയുന്നത് എന്താ, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇന്നലെ കരഞ്ഞു. അപ്പോൾ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇന്നലത്തെ കാര്യമാണ് പറയണത്. അപ്പം പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം എങ്ങനെ നമുക്കിത് എഴുതാം? ഇന്നലെ എന്ന് വെച്ചാൽ എന്താ, യെസ്റ്റർഡേ. അവൾ ഷീ. വീടിന് നമുക്ക് ഹോം എന്നോ ഹൗസ് എന്നൊക്കെ പറയാം. അപ്പോൾ കരയുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ, ക്രൈ. അപ്പം എങ്ങനെ നമുക്കിത് എഴുതാം? യെസ്റ്റർഡേ ഷീ ക്രൈഡ് അറ്റ് ഹോം. അപ്പം എങ്ങനെ നമ്മളിവിടെ ക്രൈഡ് എന്താ യൂസ് ചെയ്തത്? കാര്യം ഇത് പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ക്രൈഡ് പാസ്റ്റ് ഫോം എഴുതിയത്. ക്രൈഡ് പാസ്റ്റ് ഫോം എന്താ, ക്രൈഡ്. അപ്പോൾ ഇതെങ്ങനെ എഴുതി? വെർബ് പ്ലസ് ED ഓർ പാസ്റ്റ് ഫോം. അപ്പോൾ ഇവിടെ വെർബ് ഏതാ? വെർബ് എന്ന് വെച്ചാൽ ക്രൈ ആണ് വെർബ്. അപ്പം നമ്മൾ ക്രൈയുടെ കൂടെ ED ആഡ് ചെയ്തു. ക്രൈഡ് അപ്പോൾ ആയി ക്രൈഡായി. അപ്പോൾ അല്ലെങ്കിൽ ക്രൈയുടെ പാസ്റ്റ് ഫോം ഓർ പാസ്റ്റ് ഫോം ഓഫ് ദ ക്രൈ. അപ്പം ക്രൈയുടെ പാസ്റ്റ് ഫോം എന്താ, ക്രൈഡ്. അപ്പം ഇവിടെ വെർബ് ഓർത്ത് വെക്കുക, ക്രൈ ആണ് വെർബ്. അപ്പോൾ ക്രൈ ED നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോൾ ക്രൈഡായി. അല്ലെങ്കിൽ ക്രൈയുടെ പാസ്റ്റ് ഫോം ക്രൈഡിന് എഴുതണം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്തുവാ? സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഷീ ക്രൈഡ് അറ്റ് ഹോം. അപ്പം നമ്മൾ 6 പോയിന്റ് പഠിച്ചു. ഇന്നലെ അവൾ വീട്ടിൽ കരഞ്ഞു. യെസ്റ്റർഡേ ഷീ ക്രൈഡ് അറ്റ് ഹോം. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് 7 പോയിന്റ് ആണ്. അവളുടെ അമ്മ അവളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പം ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യമാണ്. അപ്പം എങ്ങനെ നമുക്ക് ഇത് എഴുതാം? അവളുടെ, ഹെർ. അമ്മ എന്ന് വെച്ചാൽ എന്താ, മദർ. ഹെർ മദർ അവളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ, എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പം നമുക്ക് എങ്ങനെ ഇത് പറയാം? ഹെർ മദർ എൻകറേജ്ഡ് ഹെർ. ഇവിടെ എന്താ എൻകറേജ്ഡ് ആയത്? കാര്യം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ എൻകറേജ്ഡ് ആയത്. ഹെർ മദർ എൻകറേജ്ഡ് ഹെർ. അപ്പം നമ്മൾ ഈ ഫോം നോക്കാം, വെർബ് പ്ലസ് ED ഓർ പാസ്റ്റ് ഫോം. അപ്പോൾ ഇവിടെ നമുക്ക് എൻകറേജിൻ്റെ കൂടെ നമ്മൾ ED ആഡ് ചെയ്തു. അപ്പോൾ എൻകറേജ്ഡ് ആയി. അല്ലെങ്കിൽ എൻകറേജിൻ്റെ പാസ്റ്റ് ഫോം എന്താ, എൻകറേജ്ഡ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് മദറാണ്. മദർ, ഹെർ മദർ എൻകറേജ്ഡ് ഹെർ. അവളുടെ അമ്മ അവളെ പ്രോത്സാഹിപ്പിച്ചു. ഹെർ മദർ എൻകറേജ്ഡ് ഹെർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എത്താൻ തീരുമാനിച്ചു. അപ്പം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അവൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എഴുതാമെന്ന് നോക്കാം. അവൾ എന്ന് വെച്ചാൽ എന്താ, ഷീ. തൻ്റെ മാർക്കുകൾ അല്ലെങ്കിൽ അവളുടെ മാർക്കുകൾ. ഹെർ മാർക്ക്. മെച്ചപ്പെടുത്തുക എന്ന് വെച്ചാൽ എന്താ, ഇംപ്രൂവ്. മെച്ചപ്പെടുത്തുകയുടെ ഇംഗ്ലീഷ് വേർഡ് ഇംപ്രൂവ് എന്നാണ്. തീരുമാനിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ, ഡിസൈഡ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൾ, ഷീ ഡിസൈഡഡ്. തീരുമാനിക്കുക. ഡിസൈഡ് എന്ന് വെച്ചാൽ എന്താ, തീരുമാനിക്കുക. ഡിസൈഡഡ് തീരുമാനിച്ചു. ഷീ ഡിസൈഡഡ് ടു. മെച്ചപ്പെടുത്തുക, ഇംപ്രൂവ്. ഷീ ഡിസൈഡഡ് ടു ഇംപ്രൂവ്. ഇവിടെ നിങ്ങൾക്ക് ഇംപ്രൂവ് കാണാൻ പറ്റുന്നില്ല. ടു ഇംപ്രൂവ്. ഷീ ഡിസൈഡഡ് ടു ഇംപ്രൂവ്. എന്ത് ഇംപ്രൂവ് ചെയ്യണം? ഹെർ മാർക്സ്. അവൾ തൻ്റെ മാർക്കുകൾ മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. ഷീ ഡിസൈഡഡ് ടു ഇംപ്രൂവ് ഹെർ മാർക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയത്? ഡിസൈഡ് എന്ന് വെച്ചാൽ തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസൈഡിൻ്റെ പാസ്റ്റ് ഫോം എഴുതി. നമ്മൾ പാസ്റ്റ് ഫോം ആയപ്പോൾ ഡിസൈഡഡ്. അപ്പം ഷീ ഡിസൈഡഡ്. അപ്പം നമുക്കിവിടെ ജസ്റ്റ് എഴുതിയേക്കാം സബ്ജക്റ്റിൻ്റെ കൂടെ. സബ്ജക്റ്റ് എന്താ ഇവിടെ? സബ്ജക്റ്റ് ഷീ ആണ്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ കൂടെ എന്താ, വെർബ് പ്ലസ് ED. ഇവിടെ ഏതാ വെർബ് എന്ന് വെച്ചാൽ ഡിസൈഡിൻ്റെ കൂടെ നമ്മൾ ED യൂസ് ചെയ്തു. അപ്പം അത് പാസ്റ്റ് ഫോം ആയി. അത് ഇവിടെ എങ്ങനെ എഴുതാം? അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഡിസൈഡിനെ നമ്മൾ പാസ്റ്റ് ഫോമാക്കി എഴുതി.
ഡിസൈഡിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയപ്പം ഡിസൈഡഡ്. അപ്പോൾ എങ്ങനെ ഷീ ഡിസൈഡഡ് ടു ഇംപ്രൂവ് ഹെർ മാർക്സ്. അവൾ തൻ്റെ മാർക്കുകൾ മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. അപ്പം നമ്മൾ ഡിസൈഡിനെ ഡിസൈഡഡ് ആക്കിയപ്പോൾ അത് പാസ്റ്റ് ഫോം ആയി. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം 9th പോയിന്റ് എന്താ? റിയ വളരെ കഠിനമായി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതും കഴിഞ്ഞു പോയ കാര്യമാണ്. അവൾ തീരുമാനിച്ചു, പിന്നെ അവൾ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വളരെ, വളരെ എന്ന് വെച്ചാൽ വെരി, കഠിനമായി ഹാർഡ്, പഠിക്കുക, പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി. തുടങ്ങി, തുടങ്ങിയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സ്റ്റാർട്ട്. അപ്പം എങ്ങനെ എഴുതാം നമുക്ക്? Riya started studying. പഠിക്കുക. റിയ സ്റ്റാർട്ടഡ് തുടങ്ങി. റിയ സ്റ്റാർട്ടഡ് സ്റ്റഡിങ് വെരി, വെരി എന്ന് വെച്ചാൽ വളരെ, വളരെ, വെരി ഹാർഡ്, കഠിനമായി. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ എങ്ങനെ ഒരു ടെൻസിൽ എഴുതി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടാണ്. സ്റ്റാർട്ട് എന്ന് വെച്ചാൽ എന്താ? സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുക, സ്റ്റാർട്ട് എന്ന് പറയും. അപ്പോൾ തുടങ്ങി എന്ന് വെച്ചാൽ കഴിഞ്ഞ കാര്യമാണ്, തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിനെ പാസ്റ്റ് ഫോം ആക്കി, ED യൂസ് ചെയ്തിട്ട് പാസ്റ്റ് ഫോം ആക്കി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെർബ് പ്ലസ് ED. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന വെർബാണ്. ആ വെർബിൻ്റെ കൂടെ നമ്മൾ ED യൂസ് ചെയ്തു. അപ്പോൾ എങ്ങനെയായി? സ്റ്റാർട്ട് ED യൂസ് ചെയ്തപ്പം, വെർബിൻ്റെ കൂടെ ED യൂസ് ചെയ്തപ്പം അത് സ്റ്റാർട്ടിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റാർട്ടഡ് ആയി. സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ഫോം ആയി, സ്റ്റാർട്ടഡ്. അപ്പം റിയ സ്റ്റാർട്ടഡ് സ്റ്റഡിങ് വെരി ഹാർഡ്. അപ്പോൾ വെർബ് പ്ലസ് ED, വെർബിൻ്റെ കൂടെ ED ആഡ് ചെയ്തു. ഇപ്പോൾ സ്റ്റാർട്ടിന് സ്റ്റാർട്ടഡ് ആയി, ഇപ്പോൾ പാസ്റ്റ് ഫോം ആയി. അപ്പം റിയ വളരെ കഠിനമായി പഠിക്കാൻ തുടങ്ങി. റിയ സ്റ്റാർട്ടഡ് സ്റ്റഡിങ് വെരി ഹാർഡ്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോം ഓർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഓർത്ത് വെക്കുക. അത് യൂസ് ചെയ്തിട്ട് നമുക്കിത് എഴുതാം. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 10th പോയിന്റ് എന്താ? അപ്പോൾ 10th പോയിന്റ്, ഇപ്പോൾ അവൾ എല്ലാ ദിവസവും പുസ്തകങ്ങൾ വായിക്കുകയാണ്. അപ്പോൾ ഇപ്പം നടക്കുന്ന ഒരു കാര്യമാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് വന്നു എന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? നൗ. അവൾ, ഷീ, എല്ലാ ദിവസവും, എവറി ഡേ, പുസ്തകങ്ങൾ, ബുക്സ്, വായിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? റീഡ്. അപ്പോൾ എങ്ങനെ എഴുതിയെന്ന് നമുക്ക് നോക്കാം, എങ്ങനെ എഴുതാമെന്ന്. നൗ ഷീ, അവൾ, നൗ ഷീ ഈസ് റീഡിങ്. റീഡ് എന്ന് വെച്ചാൽ വായിക്കുക. നമ്മളിവിടെ റീഡിങ് എഴുതി. ഷീ ഈസ് റീഡിങ് ബുക്സ്. എന്താ വായിക്കണ? ബുക്സ്. ഷീ ഈസ് റീഡിങ് ബുക്സ് എവറി ഡേ. അത് നിങ്ങൾക്ക് ബുക്സ് കാണാൻ പറ്റുന്നില്ല, അതൊന്നും ഇങ്ങോട്ട് നീക്കി വെക്കും. ഓക്കെ. അപ്പം നൗ ഷീ ഈസ് റീഡിങ് ബുക്സ് എവറി ഡേ. ഇപ്പോൾ അവൾ എല്ലാ ദിവസവും പുസ്തകങ്ങൾ വായിക്കുകയാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്കിത് എഴുതി നോക്കാം. ഇപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഷീ ആണ്. അപ്പം ഇവിടെ നമുക്കിവിടെ ഇങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതിയേക്കാം. സബ്ജക്റ്റ് പ്ലസ് നമ്മളെങ്ങനെയാണ് ഇവിടെ യൂസ് ചെയ്തത്? സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്തിട്ട്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. അപ്പം നമ്മൾ ഷീയുടെ കൂടെ ഈസ് യൂസ് ചെയ്തു. ഷീ ഈസ്. വെർബ് എന്താ? വെർബിന്ന് റീഡാണ് വെർബ്. റീഡിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തു. അപ്പോൾ ഷീ ഈസ് റീഡിങ് ബുക്സ് എവറി ഡേ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലോ, സബ്ജക്റ്റിൻ്റെ കൂടെ സബ്ജക്റ്റ് പ്ലസ് ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ നമുക്ക് സബ്ജക്റ്റിൻ്റെ കൂടെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING യൂസ് ചെയ്തിട്ട് എഴുതാമെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താ നമ്മൾ നോക്കണം. സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ട്, ഷീ ഒരു സിംഗുലാർ വേർഡാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഈസ് യൂസ് ചെയ്തത്. ഇപ്പോൾ യു ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ആർ യൂസ് ചെയ്യാമായിരുന്നു. ദേ ആയിരുന്നെങ്കിൽ ആർ യൂസ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഷീ. ഇപ്പോൾ ആറും ഒക്കെ പ്ലൂറൽ ഫോംസ് ആണ്. ഇത് ഷീ ഒരു സിംഗുലാർ വേർഡാണ്, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഈസ് യൂസ് ചെയ്തത്. ആറും ഒക്കെ പ്ലൂറൽ വേർഡ്സ് ആയതുകൊണ്ടാണ് അവിടെ ആർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ
അപ്പോൾ നമ്മൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഈ സബ്ജക്റ്റ് പ്ലസ് ഈസ്, ഞാനിവിടെ ആം ഓർ ആർ എഴുതിയിട്ടില്ല, അപ്പം അത് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോമാണ്. അപ്പം നൗ ഷീ ഈസ് റീഡിങ് ബുക്സ് എവറി ഡേ. ഇപ്പോൾ അവൾ എല്ലാ ദിവസവും പുസ്തകങ്ങൾ വായിക്കുകയാണ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നമുക്ക് 11th പോയിന്റ് പഠിക്കാം. അവൾ എഴുതാനും പുതിയ വാക്കുകൾ പഠിക്കാനും പരിശീലിക്കുകയാണ്. അപ്പോൾ ഇതിപ്പം നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ എന്ന് വെച്ചാൽ എന്താ, ഷീ. എഴുതുക, റൈറ്റ്. പുതിയത്, ന്യൂ. വാക്കുകൾ, വേർഡ്സ്. പഠിക്കുക എന്ന് വെച്ചാൽ ലേൺ നമുക്ക് പറയാം, ലേൺ. പരിശീലിക്കുക, പ്രാക്ടീസ്. അപ്പോൾ എങ്ങനെ എഴുതാം, ഷീ ഈസ് പ്രാക്ടീസിങ് റൈറ്റിംഗ് ആൻഡ് ലേണിംഗ് ന്യൂ വേർഡ്സ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ സബ്ജക്റ്റ് എന്താ, സബ്ജക്റ്റ് നോക്കണം. സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയത് നമ്മൾ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ, ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് നമ്മൾ ഷീയുടെ കൂടെ നമ്മൾ ഈസ് യൂസ് ചെയ്തു. ഷീ ഈസ് വെർബ് പ്ലസ് ING ഫോം. പിന്നെ നമ്മൾ ING ഫോം യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഷീ ഈസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയത്. അപ്പം ഇവിടെ സബ്ജക്റ്റ് ഷീ സിംഗുലാർ വേർഡാണ്, അതുകൊണ്ട് ഇവിടെ ഈസ് വന്നു. ഇപ്പം പ്ലൂറൽ ആയിരുന്നെങ്കിൽ ഇവിടെ ആർ, ഇവിടെ പ്ലൂറൽ ആണെങ്കിൽ ആറ് വരുമായിരുന്നു. കാര്യം ഇത് പ്ലൂറൽ അല്ല, യുവോ ദയൊക്കെ ആണെങ്കിൽ ഇവിടെ ആറ് വരുമായിരുന്നു. ഇത് ഷീ ആയതുകൊണ്ട് ഇപ്പോൾ ഷീ ആയതുകൊണ്ട് ഈസ് വന്നു. ഹീ ആണെങ്കിൽ ഈസ് വരുമായിരുന്നു ഇവിടെ. പിന്നെ നമ്മൾ പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ. അപ്പോൾ ING ഫോം യൂസ് ചെയ്തപ്പോൾ ഇവിടെ പ്രാക്ടീസിങ് ആയി, ING യൂസ് ചെയ്തു. ഇവിടെ ING പ്രാക്ടീസിങ്, ലേണിംഗ്, റൈറ്റിംഗ്. അപ്പോൾ ING ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. അപ്പം സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഷീ ഈസ് പ്രാക്ടീസിങ് റൈറ്റിംഗ് ആൻഡ് ലേണിംഗ് ന്യൂ വേർഡ്സ്. അപ്പം അവൾ എഴുതാനും പുതിയ വാക്കുകൾ പഠിക്കാനും പരിശീലിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ 12th പോയിൻ്റ് എന്താ, അവളുടെ അധ്യാപിക അവളെ പഠനത്തിൽ സഹായിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഇപ്പം നടക്കുന്ന കാര്യമാണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവളുടെ അധ്യാപിക, ഹെർ ടീച്ചർ. പഠനത്തിൽ, പഠനം എന്ന് വെച്ചാൽ എന്താ, സ്റ്റഡീസ്. സഹായിക്കുക, ഹെൽപ്പ്. അപ്പം ഹെർ ടീച്ചർ ഈസ് ഹെൽപ്പിംഗ് ഹെർ ഇൻ സ്റ്റഡീസ്. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഇപ്പോൾ നടക്കുന്ന കാര്യമായതുകൊണ്ട്. അപ്പം നമുക്കിതെങ്ങനെ എഴുതിയെന്ന് നോക്കാം. നമ്മൾ എഴുതിയത് സബ്ജക്റ്റ് പ്ലസ് വെർബ്, സബ്ജക്റ്റ് പ്ലസ് ഈസ് ആൻഡ് മോർ യൂസ് ചെയ്തിട്ട് വെർബ് റബ്ബ് ചെയ്യാം. സബ്ജക്റ്റ് പ്ലസ്, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്താണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, സബ്ജക്റ്റ് ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ഇവിടെ നമ്മളിവിടെ ഈസ് യൂസ് ചെയ്തു. ടീച്ചർ ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ വെർബ് എന്തുവാ, ഹെൽപ്പ്. ഹെൽപ്പിൻ്റെ ഇവിടെ നമ്മൾ ING യൂസ് ചെയ്തു. അപ്പം ഹെർ ടീച്ചർ ഈസ് ഹെൽപ്പിംഗ് ഹെർ ഇൻ സ്റ്റഡീസ്. അപ്പം ഇത് ഓർത്ത് വെച്ചേക്കുക, ഈ ഒരു ഫോം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എഴുതാം. അപ്പം അവളുടെ അധ്യാപിക അവളെ പഠനത്തിൽ സഹായിക്കുകയാണ്. ഹെർ ടീച്ചർ ഈസ് ഹെൽപ്പിംഗ് ഹെർ ഇൻ സ്റ്റഡീസ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 13th പോയിന്റ് എന്താ, അവളുടെ മാർക്ക് പതിയെ മെച്ചപ്പെട്ടു. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്, കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, അവളുടെ എന്ന് വെച്ചാൽ ഹെർ, പതിയെ എന്ന് പറഞ്ഞാൽ എന്താ, സ്ലോലി. മെച്ചപ്പെടുക, ഇംപ്രൂവ്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്, അവളുടെ മാർക്ക് പതിയെ മെച്ചപ്പെട്ടു. ഹെർ മാർക്സ് മെച്ചപ്പെടുക. മെച്ചപ്പെടുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ, ഇംപ്രൂവ്. ഹെർ മാർക്സ് ഇംപ്രൂവ്ഡ് ആവും. ഇവിടെ ഇംപ്രൂവ്ഡ് ഇതിൻ്റെ പാസ്റ്റ് ഫോം എഴുതി, ഇംപ്രൂവിൻ്റെ പാസ്റ്റ് ഫോം എഴുതി ഞാനിവിടെ. ഹെർ മാർക്സ് ഇംപ്രൂവ്ഡ് സ്ലോലി. എന്ന് വെച്ചാൽ എന്താ, പതിയെ. അവളുടെ മാർക്ക് പതിയെ മെച്ചപ്പെട്ടു. ഹെർ മാർക്സ് ഇംപ്രൂവ്ഡ് സ്ലോലി. അപ്പോൾ ഇവിടെ എന്താ ചേഞ്ച് വന്നത്, ഇവിടെ നമ്മൾ ഇംപ്രൂവിനെ നമ്മൾ ED യൂസ് ചെയ്തിട്ട് പാസ്റ്റ് ഫോം ആക്കി. ഇംപ്രൂവിൻ്റെ പാസ്റ്റ് ഫോമാണ് ഞാനിവിടെ എഴുതിയത്, ഇംപ്രൂവ്ഡ്. പിന്നെ എന്താ നമ്മളിവിടെ യൂസ് ചെയ്തത്,
അപ്പം ഞാനിവിടെ എഴുതി വെക്കാം, നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടി. വെർബ് പ്ലസ് ഇ ഡി നമ്മൾ യൂസ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, പാസ്റ്റ് ഫോം. പാസ്റ്റ് ഫോം എന്ന് വെച്ചാൽ എന്താ, ഇംപ്രൂവിൻ്റെ പാസ്റ്റ് ഫോം. അപ്പോൾ ഇംപ്രൂവിൻ്റെ പാസ്റ്റ് ഫോം എന്താ, ഇംപ്രൂവ്ഡ്. അല്ലെങ്കിൽ വെർബ്, ഇവിടെ വെർബ് എന്താ, ഇംപ്രൂവ്. ആ വെർബിൻ്റെ കൂടെ നമ്മൾ ഇ ഡി യൂസ് ചെയ്തു, ഇ ഡി ആഡ് ചെയ്തു. അപ്പോൾ ഇംപ്രൂവ്ഡ് ആയി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ അവളുടെ മാർക്ക് പെരിയെ മെച്ചപ്പെട്ടു. ഹെർ മാർക്സ് ഇംപ്രൂവ്ഡ് സ്ലോലി. ഇതാണ് നമ്മുടെ 13th പോയിന്റ്. ഇപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. 14th പോയിന്റ് എന്താ, അധ്യാപിക അവളുടെ പരിശ്രമത്തെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇതൊരു ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാര്യം എന്നും ടീച്ചർ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്, അവളുടെ എഫോർട്ട്. അപ്പം ഡെയിലി റുട്ടീൻ ഒരു ജനറൽ ഫാക്റ്റാണ്, സത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, അധ്യാപിക എന്ന് വെച്ചാൽ എന്താ, ടീച്ചർ. അവളുടെ, ഹെർ, പരിശ്രമം, എഫോർട്ട്, ശ്രദ്ധിക്കുക, നോട്ടീസ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതിയത്, ദ ടീച്ചർ നോട്ടീസസ് ഹെർ എഫോർട്ട്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ട് ഇവിടെ എഴുതിയത്, നമുക്കിവിടെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, ടീച്ചറാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ടീച്ചർ ഒരു സിംഗുലാർ നൗണാണ്, സിംഗുലാർ വേർഡാണല്ലോ ടീച്ചർ. അപ്പോൾ ഈ ടീച്ചറിന് പകരം ഇവിടെ ഹീ, ഷീ, ഇറ്റൊക്കെ വന്നാലും നമുക്ക് ഇതുപോലെ തന്നെ ഇതേ വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ എഴുതാൻ പറ്റും, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. അപ്പം ഇവിടെ ടീച്ചറാണ് വന്നിരിക്കുന്നത്, ടീച്ചർ. അപ്പം സബ്ജക്റ്റാണ് ടീച്ചർ. പിന്നെ വെർബ് എന്താ, നോട്ടീസ് വെർബാണ്. അപ്പം നമ്മൾ നോട്ടീസിൻ്റെ കൂടെ നമ്മൾ എസ് ഓർ ഇ എസ് ആഡ് ചെയ്തിട്ട് എഴുതാം. അപ്പം നമ്മൾ നോട്ടീസസിനാക്കിയിട്ട് എഴുതി. അപ്പോൾ ദ ടീച്ചർ നോട്ടീസസ് ഹെർ എഫോർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറിന് പകരം ഇവിടെ നമുക്ക് ഹീ, ഷീ, ഇറ്റ് ഒക്കെ വന്നാൽ, അല്ലെങ്കിൽ ടീച്ചർ, ഇതൊക്കെ ഒരു സിംഗുലാർ നൗണാണ്. അപ്പോൾ ഇതെല്ലാം വന്നാലും, ഇതിലേതെങ്കിലും വന്നാൽ, ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും വന്നാലും നമുക്കിവിടെ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് യൂസ് ചെയ്തിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് എഴുതാം ഇതുപോലെ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പം നെക്സ്റ്റ് പോയിൻ്റ്, കഴിഞ്ഞ മാസം അവൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. അപ്പം ഇത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. കഴിഞ്ഞ മാസം പറഞ്ഞ കാര്യമായതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, കഴിഞ്ഞ മാസം, ലാസ്റ്റ് മന്ത്. അവൾ എന്ന് വെച്ചാൽ ഷീ, പല ചോദ്യങ്ങൾ, മെനി ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ്, ഉത്തരം എന്ന് വെച്ചാൽ എന്താ, ആൻസർ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ, ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം, അവൾ, ഷീ answered many questions, പല ചോദ്യങ്ങൾക്കും. അപ്പം ലാസ്റ്റ് മന്ത് ഷീ ആൻസേർഡ് മെനി ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ മാസം അവൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. അപ്പം നമ്മളിത് എങ്ങനെ എഴുതി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ നമ്മളിവിടെ വെർബിൻ്റെ കൂടെ വെർബ് പ്ലസ് ഇ ഡി, സബ്ജക്റ്റ്, ഇവിടെ ആദ്യം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഇ ഡി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് എഴുതിയത്. അപ്പം ഇവിടെ നമ്മൾ സബ്ജക്റ്റ് നോക്കണം. സബ്ജക്റ്റ് എന്താ, ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഷീയുടെ കൂടെ പ്ലസ് വെർബ്, ഇവിടെ വെർബ് എന്താ, ആൻസർ ഒരു വെർബാണ്. അപ്പോൾ നമ്മൾ ആൻസറിൻ്റെ കൂടെ നമ്മൾ ഇ ഡി യൂസ് ചെയ്തു, അപ്പോൾ അത് ആൻസേർഡ് ആയി. അപ്പം ലാസ്റ്റ് മന്ത് ഷീ ആൻസേർഡ് മെനി ക്വസ്റ്റ്യൻസ്. അപ്പം ഇത് യൂസ് ചെയ്തപ്പോൾ ഇത് എങ്ങനെയായി, ആൻസേർഡ് ആയി. അപ്പോൾ എങ്ങനെയാ, അപ്പോൾ ഈ ഒരു ഫോം ഓർത്ത് വെച്ചേക്കണം. സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ സബ്ജക്റ്റ് നോക്കണം എന്താണെന്ന്, പിന്നെ നമ്മൾ വെർബിൻ്റെ കൂടെ പ്ലസ് ഇ ഡി. ഇത് ഏത് സെൻറ്റൻസ് ആണ് ഞാൻ പറഞ്ഞത്, ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസേർഡ് ആയി. അപ്പം എങ്ങനെ എഴുതിയത്, ലാസ്റ്റ് മന്ത് ഷീ ആൻസേർഡ് മെനി ക്വസ്റ്റ്യൻസ്. നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ 16th പോയിൻ്റ്, അധ്യാപിക ക്ലാസ്സിൽ അവളെ പ്രശംസിച്ചു. അപ്പോൾ ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. പ്രശംസിച്ചു, അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്, അതുകൊണ്ടാണ് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, അധ്യാപിക എന്ന് വെച്ചാൽ എന്താ, ടീച്ചർ. അവളെ, ഹെർ, പ്രശംസിക്കയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ, പ്രൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം, അധ്യാപിക എന്നാണല്ലോ, അപ്പം ഹെർ വരില്ലല്ലോ. ആദ്യം ടീച്ചർ
പ്രൈസ്ഡ്, ടീച്ചറാണ് വരുന്നത്. ടീച്ചർ പ്രൈസ്ഡ് ഹർ, ടീച്ചർ പ്രൈസ്ഡ് ഹർ ഇൻ, എവിടെയാ, ഇൻ ദ ക്ലാസ്. അപ്പോൾ ടീച്ചർ പ്രൈസ്ഡ് ഹർ ഇൻ ദ ക്ലാസ്, അധ്യാപിക ക്ലാസ്സിൽ അവളെ പ്രശംസിച്ചു. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മളിത് എങ്ങനെ എഴുതിയതെന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ED യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റാണ് ടീച്ചർ. അപ്പോൾ ടീച്ചറിൻ്റെ പ്ലസ് വെർബ് എന്ന് പറഞ്ഞാൽ പ്രൈസ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ED യൂസ് ചെയ്തു, വെർബ് പ്ലസ് ED. അപ്പോൾ ഇങ്ങനെ ഇത്, അപ്പം അങ്ങനെ നമ്മൾ യൂസ് ചെയ്തപ്പം പ്രൈസിനെ കൺവേർട്ട് ചെയ്ത് പ്രൈസ്ഡായി. അപ്പം ദ ടീച്ചർ പ്രൈസ്ഡ് ഹർ ഇൻ ദ ക്ലാസ്, അധ്യാപക ക്ലാസ്സിൽ അവളെ പ്രശംസിച്ചു. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്കിത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം കേട്ടോ. 17th പോയിന്റ് പഠിക്കാം. ഇപ്പോൾ വിദ്യാർത്ഥികൾ അവളെ ബഹുമാനിക്കുന്നു. ഇത് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്കിത് എഴുതാം. ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? നൗ. വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ എന്താ? സ്റ്റുഡൻസ്. അവളെ എന്ന് പറഞ്ഞാൽ ഹെർ, ബഹുമാനിക്കുക, റെസ്പെക്റ്റ്. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതിയത്? നൗ, ഇപ്പോൾ. നൗ ദ സ്റ്റുഡൻസ് ആർ റെസ്പെക്റ്റിംഗ് ഹെർ. ഇപ്പോൾ വിദ്യാർത്ഥികൾ അവളെ ബഹുമാനിക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇത് എഴുതാൻ പറ്റിയെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ സബ്ജക്റ്റ് പ്ലസ് ആർ പ്ലസ് വെർബ് പ്ലസ് ING യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് എഴുതാം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എഴുതാം. ഇവിടെ എഴുതിയിട്ടുണ്ട് സബ്ജക്റ്റ് പ്ലസ് ആർ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? സ്റ്റുഡൻസ്. അപ്പോൾ സ്റ്റുഡൻസ് ആണ് സബ്ജക്റ്റ്. ഈ സ്റ്റുഡൻസ് ഒരു പ്ലൂറൽ വേർഡാണ്. അപ്പോൾ ഇത് കുറേ സ്റ്റുഡൻസ് ഉണ്ട്, കുറേ കുട്ടികളെന്ന് പറയുന്നതുകൊണ്ട് പ്ലൂറലായി, സിംഗുലർ അല്ല. കാര്യം ഇത് ഒരാളല്ല. അപ്പോൾ പ്ലൂറൽ വേർഡാണ്. അപ്പോൾ കുറേ പേരാകുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സബ്ജക്റ്റ് പ്ലസ് ആർ. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ആർ യൂസ് ചെയ്തു, കാര്യം പ്ലൂറൽ ആയതുകൊണ്ട്. അപ്പം സബ്ജക്റ്റ് പ്ലസ് ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ഇപ്പോൾ ഇവിടുത്തെ വെർബ് ഏതാ? വെർബാണ് റെസ്പെക്റ്റിൻ്റെ കൂടെ നമ്മൾ ING ഉപയോഗിച്ചിട്ട് ഇത് എഴുതി. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു സബ്ജക്റ്റിൻ്റെ കൂടെ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് പറയുമ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ ഈസ് അല്ലെങ്കിൽ ആം ഓർ ആർ പ്ലസ് ING പ്ലസ് വെർബ് പ്ലസ് ING ആണെന്ന്. അപ്പം നമ്മൾ സബ്ജക്റ്റ് നോക്കണം എന്താണെന്ന്. അപ്പോൾ സബ്ജക്റ്റ് ഇപ്പോൾ ഇവിടെ പ്ലൂറലാണ്, കുറേ കുട്ടികളുണ്ട്. അപ്പോൾ കുറേ പേര് വരുമ്പോൾ നമ്മളിവിടെ ആർ യൂസ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ആർ എഴുതിയത്. അപ്പം എന്താ? നൗ ദ സ്റ്റുഡൻസ് ആർ റെസ്പെക്റ്റിംഗ് ഹെർ. ഇപ്പോൾ വിദ്യാർത്ഥികൾ അവളെ ബഹുമാനിക്കുന്നു. ഇതാണ് 17th പോയിന്റ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 18th പോയിന്റ് എന്താ? അവർ ഇപ്പോൾ സന്തോഷത്തോടെ അവളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവർ എന്ന് വെച്ചാൽ എന്താ? ദേ. ഇപ്പോൾ നൗ. സന്തോഷം ഹാപ്പി. അവളോട് സംസാരിക്കുകയാണ്. സംസാരിക്കുക എന്ന് വെച്ചാൽ എന്താ? ടോക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എഴുതാമെന്ന് നോക്കാം. നൗ അവർ എന്ന് വെച്ചാൽ എന്താ? ദേ. നൗ ദേ ആർ സംസാരിക്കുക. അപ്പോൾ ഞാനിവിടെ ടോക്കിംഗ് എഴുതി. നൗ ദേ ആർ ടോക്കിംഗ്. ആരോടാ? അവളോട്. വിത്ത് ഹെർ. എങ്ങനെയാ? സന്തോഷത്തോടെ, ഹാപ്പിലി. നൗ ദേ ആർ ടോക്കിംഗ് വിത്ത് ഹെർ ഹാപ്പിലി. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റിയെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞത് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ നമുക്കിവിടെ സബ്ജക്റ്റിൻ്റെ കൂടെ എന്താ യൂസ് ചെയ്യേണ്ടത്? സബ്ജക്റ്റ് പ്ലസ്, അപ്പോൾ ഇവിടെ ദേ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് എന്താ? ദേ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലൂറലാണ്. അപ്പം പ്ലൂറൽ വന്നുകൊണ്ട് നമ്മളിവിടെ ആർ യൂസ് ചെയ്യുന്നു. സബ്ജക്റ്റ് പ്ലസ് ആർ പ്ലസ് വെർബ്. ഇവിടുത്തെ വെർബ് ഏതാ? ടോക്കാണ് വെർബ്. അപ്പം പ്ലസ് വെർബ് പ്ലസ് ING. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇപ്പം സബ്ജക്റ്റ് ഇവിടെ ദേ വന്നു. ദേ ഒരു പ്ലൂറൽ വേർഡാണ് ദേ. അപ്പം ദേ എന്ന് വെച്ചാൽ അവർ. അപ്പോൾ അതേ വന്നുകൊണ്ടാണ് നമ്മളിവിടെ ആർ യൂസ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഒരു ഹീയോ ഷിയോ ആയിരുന്നെങ്കിൽ അത് സിംഗുലർ ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഈസ് യൂസ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ദേ വന്നിട്ട് നമ്മൾ ആർ യൂസ് ചെയ്തത്. അതുകൊണ്ട് സബ്ജക്റ്റ് പ്ലസ് ആർ പ്ലസ് വെർബ് ടോക്കിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെയായി.
അപ്പം അവർ ഇപ്പോൾ സന്തോഷത്തോടെ അവളോട് സംസാരിക്കുകയാണ്. നൗ ദേ ആർ ടോക്കിംഗ് വിത്ത് ഹർ ഹാപ്പിലി. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. 19th പോയിന്റ്, കഴിഞ്ഞ മാസത്തെ പരീക്ഷയിൽ റിയയ്ക്ക് വളരെ നല്ല മാർക്ക് കിട്ടി. അപ്പോൾ ഇതൊരു കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കഴിഞ്ഞ മാസത്തെ കാര്യമാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. കഴിഞ്ഞ മാസം, ലാസ്റ്റ് മന്ത്. പരീക്ഷ എന്ന് വെച്ചാൽ എന്താ? എക്സാം. വളരെ നല്ല, വെരി ഗുഡ്. മാർക്ക് കിട്ടി, കിട്ടുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഗെറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ എഴുതിയത്? റിയ ഗോട്ട്. നമ്മൾ ഗെറ്റിനെ, കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഗെറ്റ് അല്ലായിരുന്നു, ഗെറ്റിനെ പാസ്റ്റ് ഫോം ആക്കി ഗോട്ട് എഴുതി. റിയ ഗോട്ട് വെരി ഗുഡ്, വളരെ നല്ല മാർക്ക്, വെരി ഗുഡ് മാർക്സ് ഇൻ ദ ലാസ്റ്റ് മന്ത്സ് എക്സാം. റിയ ഗോട്ട് വെരി ഗുഡ് മാർക്സ് ഇൻ ദ ലാസ്റ്റ് മന്ത്സ് എക്സാം. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? എങ്ങനെ എഴുതി നമുക്ക് നോക്കാം. അപ്പം നമ്മൾ വെർബ് പ്ലസ് ഇ ഡി അല്ലെങ്കിൽ പാസ്റ്റ് ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയത്. ഇപ്പോൾ ഇവിടെ വെർബ് ഏതാ? വെർബ് എന്ന് വെച്ചാൽ എന്താ? ഗെറ്റ്. ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോം ഗോട്ടില്ലേ, ഇതാണ്. അപ്പോൾ ഗെറ്റാണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ ആ ഗെറ്റിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി ഗോട്ടാക്കി. കണ്ടോ, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇട്ടുണ്ട് വെർബ് പ്ലസ് ഇ ഡി ഓർ പാസ്റ്റ് ഫോം. അപ്പോൾ ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോം ആണ് ഗോട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഗെറ്റിന് പകരം ഇവിടെ ഡിസൈഡ് ആയിരുന്നെങ്കിൽ നമുക്ക് ഡിസൈഡഡ് ഇ ഡി യൂസ് ചെയ്തിട്ട് എഴുതാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഗെറ്റ് വന്നുകൊണ്ട് ഞാനിവിടെ ഗോട്ട് എഴുതി. റിയ ഗോട്ട് വെരി ഗുഡ് മാർക്സ് ഇൻ ദ ലാസ്റ്റ് മന്ത് എക്സാം. അപ്പോൾ നിങ്ങൾ ഈ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കും. അപ്പോൾ നമുക്ക് എവിടെ എഴുതാം, ഏതൊരു സെൻറ്റൻസ് എന്നാലും നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ നമുക്ക് എഴുതാൻ പറ്റിയ ഈ ഫോം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ റിയ ഗെറ്റിന് പകരം ഗോട്ടായി വെരി ഗുഡ് മാർക്സ് ഇൻ ദ ലാസ്റ്റ് എക്സാംസ്. കഴിഞ്ഞ മാസത്തെ പരീക്ഷയിൽ റിയയ്ക്ക് വളരെ നല്ല മാർക്ക് കിട്ടി. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം നമുക്ക്. ഇപ്പോൾ ലാസ്റ്റ് പോയിൻ്റാണ് ഇത്. എല്ലാവരും അവളുടെ കഠിന പരിശ്രമത്തിൽ നിന്ന് ഒരു പാഠം പഠിച്ചു. ഇത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? എല്ലാവരും, എവ്രി വൺ. അവളുടെ, ഹർ. കഠിന പരിശ്രമം എന്ന് വെച്ചാൽ എന്താ? ഹാർഡ് വർക്ക്. നിന്ന് ഒരു പാഠം ലെസൺ, പഠിക്കുക, ലേൺ. അപ്പോൾ എങ്ങനെ നമുക്കിത് എഴുതാം? നമുക്ക് എഴുതാം എവ്രി വൺ ലേൺഡ്. എന്താ പഠിച്ചത്? ഒരു പാഠം പഠിച്ചു. എവ്രി വൺ ലേൺഡ് എ ലെസൺ. എവിടുന്ന? ഫ്രം ഹർ ഹാർഡ് വർക്ക്. അപ്പോൾ എങ്ങനെ ഇത് നമ്മൾ എഴുതിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എവ്രി വൺ ലേൺഡ് എ ലെസൺ ഫ്രം ഹർ ഹാർഡ് വർക്ക്. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിവിടെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഇ ഡി അല്ലെങ്കിൽ എന്താ, നമ്മൾ നേരത്തെ പഠിച്ച തന്നെ സെയിം കാര്യമാണ് ഞാൻ ഇവിടെ പറയണേ. അല്ലെങ്കിൽ പാസ്റ്റ് ഫോം എഴുതുക. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? എവ്രി വൺ ആണ് സബ്ജക്റ്റ്. എവ്രി വണ്ണിൻ്റെ കൂടെ സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഇവിടുത്തെ വെർബ് ഏതാ? ലേൺ ആണ് വെർബ്. അപ്പോൾ വെർബിൻ്റെ കൂടെ നമ്മൾ ഇ ഡി യൂസ് ചെയ്തു. അപ്പോൾ ലേൺഡായി. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓർ പാസ്റ്റ് ഫോം, അല്ലെങ്കിൽ ലേണിൻ്റെ പാസ്റ്റ് ഫോം. ലേണിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ലേൺ. അപ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഇ ഡി അല്ലെങ്കിൽ ലേണിൻ്റെ പാസ്റ്റ് ഫോം എഴുതി. അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് എഴുതാൻ പറ്റും ഈ ഒരു ഫോം വെച്ചിട്ട്. അപ്പോൾ എന്താ നമ്മൾ എഴുതിയത്? എവ്രി വൺ ലേൺഡ് എ ലെസൺ ഫ്രം ഹർ ഹാർഡ് വർക്ക്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പോയിന്റ്. നമുക്ക് അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അടുത്ത ക്ലാസ്സിൽ കാണാം.